രാവിലെ ഞാൻ വെറുതെ നടക്കാൻ വേണ്ടി ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മുടെ ഓർക്കാപ്പുളി മരത്തിൽ ഒരുപാട് ഓർക്കാപ്പുളികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ശരിയാണ്, അവിടെ മരത്തിൽ ഒരുപാട് എണ്ണം നിൽക്കുന്നുണ്ട്. വലുതും ചെറുതും അതുപോലെ ഒരുപാട് പൂവുകളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറേ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്ന കാരണം കുറേ കൊഴിഞ്ഞ് വീഴുന്നുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കത് ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞാനന്ന് കുറച്ച് കൊതി കാരണം ഞാൻ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അത് പൊട്ടിക്കാൻ എനിക്കൊരു ഇത് തോന്നി, അപ്പം ഞാൻ അങ്ങനെ വെറുതെ പൊട്ടിച്ചതാണ്. ഈ ഓർക്കാപ്പുളിക്ക് പല സ്ഥലങ്ങളിൽ ഇരുമ്പാമ്പുളി എന്നും പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഓർക്കാപ്പുളി ഏതായാലും ഞാൻ പൊട്ടിച്ചു. എന്നാൽ പിന്നെ അതുകൊണ്ട് അത് കറിയിലിടാലോ, വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പം ഞാൻ കപ്പയും മത്തിക്കറിയും ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മത്തിക്കറി ഉണ്ടാക്കാൻ പോകുമ്പോൾ ഞാനങ്ങനെ ഒരുപാട് എന്താ പറയുക, അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ വളരെ സിമ്പിളാണ്, മാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കറി റെഡിയായി കിട്ടും ചെയ്യും. അധികം ചേരുവകളൊന്നുമില്ല, അധികം ഉള്ളി തക്കാളി അങ്ങനെ വഴറ്റിയിട്ടൊന്നും ഞാൻ സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. മീൻകറി ആവുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മൺചട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ മൺചട്ടിയിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഓർക്കാപ്പുളി, പൊട്ടിച്ച് വെച്ച ഓർക്കാപ്പുളിയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പുളിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസുമ്മ വയ്ക്കുക. പിന്നെ ആ കറി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം മീൻ ഇട്ടിട്ട് മീനൊന്ന് തിളച്ചൊന്ന് പെട്ടെന്ന് വേവും, മീനൊക്കെ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നല്ല വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഇങ്ങനെ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് അത്യാവശ്യം വേണ്ടത് മാത്രം ചേർത്തുണ്ടാക്കുമ്പോഴായിരിക്കും ആ മീനിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കപ്പയും മത്തിക്കറിയും ചായയും കൂടെ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഈ കപ്പയുടെ കൂടെ നമ്മൾ തേങ്ങാപ്പൂൾ വെച്ച് കഴിക്കുന്ന ഒരു കോമ്പിനേഷനും കൂടെ ഉണ്ട്. ആ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഞാനിതൊക്കെ ഒന്ന് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റേതായ രീതിക്ക് ആസ്വദിച്ച് കഴിക്കണം. അപ്പോഴേ നമുക്കൊരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനതൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് കമൻറ്റും കൂടെ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.